ബോസ് മലയാളം സീസൺ 7 റിവ്യൂയിലേക്ക് സ്വാഗതം. കിച്ചണിൽ ഇന്നും വഴക്ക് തന്നെ. എന്നും കിച്ചണിലാണല്ലോ ഫസ്റ്റ് വഴക്ക് സ്റ്റാർട്ടാവുന്നത്. ഫുഡ് ഉണ്ടാക്കിയിട്ട് ആർക്കും വയറും നിറഞ്ഞിട്ടില്ല. ആകെ ഉണ്ടാക്കിയത് 2 ദോശ. അതുകൊണ്ട് വെറും കറി ഉണ്ടാക്കിയത് എന്തറിയോ, ചാറ് വെള്ളം രസം മാതിരി ഉണ്ട് കറി. കൊടുത്തത് 2 ദോശയും. ആർക്കും വയറും നിറഞ്ഞിട്ടില്ല. എല്ലാവരും കിടന്നിട്ട് വഴക്കുണ്ടാക്കാനും ഭയങ്കര ഓർഗ്യുമെന്റും. ഫുഡ് കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ ആർക്കാണെങ്കിലും ദേഷ്യമില്ല അവിടെ വരിക. അതിൻ്റെതായ ഭയങ്കര ഓർഗ്യുമെന്റായി. അതുകൊണ്ട് ക്യാപ്റ്റനായ നെവിൻ വന്നിട്ട് ലക്ഷ്മിനെയും നമ്മുടെ അനുമോളിനെയും ജിഷിനെയും ഈ 3 പേരെയും വന്നിട്ട് ബാത്റൂം ടീമിലേക്ക് മാറ്റി. അത് അനുമോൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്തിനാ ഈ ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെ മാറ്റണം എന്ന് പറഞ്ഞിട്ട് അനുമോൾക്ക് ഭയങ്കര ദേഷ്യം വന്നു. അനുമോൾ എല്ലാത്തിനും ഒത്തിരി ഓർഗ്യുമെന്റും ജാസ്തിയായിരുന്നു. നൂറയോട് അനുമോൾ പറയുന്നുണ്ടായിരുന്നു, എല്ലാവർക്കും 1 ദോശ മിണ്ടാണ്ടിരിക്കുകയല്ലേ, ആരും പണിയൊന്നും ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് 1 ദോശ കൊടുത്താൽ മതി എന്ന്. അല്ല, ഇതേ 2 ദോശ കൊടുത്തിട്ടില്ല, അതൊക്കെ വലിയ കാര്യമാണ് അത്ര അനുമോളുടെ അഭിപ്രായ പ്രകാരം. ഒരു മനുഷ്യനായി വന്ന വയറുന്നേരം ഫുഡ് കിട്ടിയിട്ടില്ലെങ്കിൽ അവര് മെന്റലി അപ്സെറ്റ് ആവുന്നുള്ളത് അനുമോൾ മനസ്സിലാക്കുന്നില്ല. പിന്നെ പണിപ്പുര ടാസ്ക്കാണ്. പണിപ്പുര ടാസ്കിൽ ബസർ അടിച്ചതുമേ എല്ലാവരും പുറത്ത് വരണം എന്നാണല്ലോ ആ ടാസ്ക്. അപ്പൊ ഇവര് പറയുന്നത്, നമ്മുടെ ഹൗസ് മേറ്റ്സ് പറയുന്നത് ബസർ അടിച്ചിട്ടും ഇവർ പുറത്തേക്ക് വന്നില്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. പക്ഷെ ഷാനവാസും ആദിലയും കൂടിയിട്ട് നമ്മുടെ അക്ബറോട് പറയുന്നുണ്ടായിരുന്നു ഒരാൾ പുറത്ത് വന്നു എന്നുള്ള വിവരം അവിടെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പോ ബിഗ് ബോസ് വന്നിട്ട് നമ്മുടെ ക്യാപ്റ്റനായ നെവിനോട് ചോദിക്കുന്നു, ഇവര് കറക്റ്റായിട്ട് പുറത്ത് വന്നോ ഇല്ലയോ എന്നുള്ള കാര്യം ചോദിക്കുന്നു. നെവിനും പറയണോ ഇല്ല എന്നുള്ള രീതിക്കാണ് പറയുന്നത്. ഇവർക്ക് വന്നിട്ട് പണി കിട്ടും, നമ്മുടെ പഴയ ഹൗസ് മേറ്റ്സിന് പണി കിട്ടും എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലാണ് തോന്നുന്നു. ഇവരെല്ലാവരും കൂടി മറച്ചു വെച്ച മാതിരിയാണ് നമുക്ക് അവിടെ ഫീൽ ആയത്. പിന്നെ ബിഗ് ബോസിന് അറിയാൻ പറ്റുമല്ലോ, ഒന്നിട്ട് ബിഗ് ബോസ് വീഡിയോ ഇട്ട് കാണിക്കണം, എല്ലാവരും പറഞ്ഞാൽ അനൗൺസ് ചെയ്തിരിക്കണം. ബിഗ് ബോസ് അത് രണ്ടും ചെയ്യാണ്ട് ക്യാപ്റ്റനോട് ചോദിച്ചിട്ട് ബിഗ് ബോസും ഇത് സപ്പോർട്ടീവായിട്ട് നിൽക്കണമാതിരി നമുക്ക് നന്നായിട്ട് ഫീലായി. പിന്നെ ജിഷിൽ വന്നിട്ട് ഭയങ്കരമായി വഴക്കുണ്ടാക്കുന്നു നമ്മുടെ ലക്ഷ്മിയോട്. ലക്ഷ്മി എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറയുമ്പോഴേക്കും ഓവറായിട്ടാണ് ജിഷിൽ ചെറിയ കാര്യങ്ങൾ ഭയങ്കര വഴക്കായിട്ട് മാറുന്നത്. ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്നില്ല സംസാരിക്കുന്ന സമയത്ത്. ഇത്രയും ഒരു മെച്യൂരിറ്റി ആയ ആൾക്കാരാണ് അങ്ങനെയാണോ സംസാരിക്കേണ്ടത്? ഒരു എന്ത് വഴക്കുണ്ടാക്കണമെങ്കിൽ അതിൻ്റെതായ ഒരു ഇത് കൊടുക്കണ്ടേ, ഒരു റെസ്പെക്റ്റ് ഒക്കെ കൊടുക്കണ്ടേ? അത് തീരെ അവിടെ ഇല്ല. പിന്നെ ഒരു ബിഗ് ബോസ് വന്നിട്ട് ഒരു തൊപ്പിന്റെ ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഗ്രൂപ്പ് ബിഗ് ബോസിന് ഗ്രൂപ്പായിട്ട് സെലക്ഷൻ ചെയ്തു. 7 ഗ്രൂപ്പാണ് സെലക്ട് ചെയ്തത്. ആ 7 ഗ്രൂപ്പില് ഈ നന്നായിട്ട് വഴക്കുണ്ടാക്കുന്നവരെല്ലാം കൂടിയിട്ട് ഒരു ഗ്രൂപ്പിലാക്കിയിട്ട് ബിഗ് ബോസ് ഇട്ടു. ഈ ക്യാപ്പ് തലയിൽ വെക്കണം, തലയിൽ വെച്ചിട്ട് മറ്റുള്ളവർ വന്നിട്ട് ഈ ക്യാപ്പിനെ എടുക്കണം. അതാണ് അതിന്റെ ടാസ്ക്. ഈ ക്യാപ്പ് തലയിൽ വെച്ചിട്ട് എല്ലാവരും കൂടി ഈ തല പിടിച്ചിട്ട് അമർത്താണ് ചെയ്യുന്നത്. അനീഷൊന്നും അനങ്ങനെ പറ്റാത്ത പോലെയാണ് അനീഷ് അവിടെ കിടക്കണ്ടായിരുന്നത്. ഇതിൽ തോറ്റു. അനീഷും ശരത്തും സാബുമോനാണ് ഈ കളിയിൽ തോറ്റത്. ശരത്ത് പറയണു അനീഷ് തീരെ ഈ ഗെയിം കളിച്ചിട്ടേ ഇല്ല എന്നാണ് ശരത്ത് പറയുന്നത്. പക്ഷെ ശരത്ത് ഈ കളിയൊക്കെ കഴിഞ്ഞതുമേ തലയെ പൊന്താണ്ട് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. എന്ത് തന്നെയാണെങ്കിലും ഇത്രയും വലിയ മെച്യൂരിറ്റി ആയ ആൾക്കാർ ഒരു ഗെയിം കളിക്കുന്ന സമയത്ത് ഈ തലയിലൊക്കെ പിടിച്ചിങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് തന്റെ മേലെ കയറി ഇരിക്കുക പറഞ്ഞാൽ എല്ലാവർക്കും അതൊരു പിന്നീടല്ലേ എൻ്റെ ഒരു എഫക്റ്റ് അറിയാം. ഇതൊന്നും മനസ്സിലാക്കാണ്ട് ഒരു ഗെയിമാണെന്നും പറഞ്ഞ് എന്തൊക്കെയോ അവിടെ കാണിക്കണം. നമുക്കും കാണുമ്പോൾ അത് നന്നായിട്ടൊരു ഫീൽ ആയില്ല. പിന്നെ അനുമോളുടെ ടീമില് അനുമോളുടെ ഫ്രണ്ട്സുമാരെല്ലാവരും കൂടി ചേർന്നിട്ട് അനുമോൾ ഒറ്റപ്പെടുത്തി. കാരണം അനുമോൾ എന്തിനും ഇവരോട് റെസ്പോൺസ് ചെയ്യുന്നില്ല. അവളുടെ പാട്ടില് അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സംസാരിക്കും, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളൊരു രീതിക്കാണ് അനുമോൾ ഇപ്പോൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് എല്ലാവരും അവളെ ഒറ്റപ്പെടുത്തിയ പോലെ നിൽക്കുന്നു. ഇതാണ് ഇന്നത്തെ എപ്പിസോഡ്. എല്ലാവരും മറക്കാതെ ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുക. എനിക്ക് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും നമുക്ക് നാളെ കാണാം. ബൈ.